ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, OSAയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഏഹ്യ തളങ്കര സാഹിബ്, ഇന്നത്തെ മുഖ്യാതിഥി കാസർഗോഡിൻ്റെ ജനപ്രിയ MLA എന്നെ നെല്ലിക്കുന്ന്, ഇന്ന് സ്വാഗതം പറഞ്ഞ നമ്മുടെ OSAയുടെ കരുത്തത്ത ജനറൽ സെക്രട്ടറി TA ഷാഫി, നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ണി രാജ്, OSA ഖജാൻജി MP ഷാഫി സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട OSAയുടെ അംഗങ്ങളെ, നാട്ടുകാരെ, സത്യം പറഞ്ഞാൽ വളരെ അഭിമാനത്തോടും അതേപോലെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അടുത്തിടെ നടന്ന നഗരസഭാ ഭരണസമിതിയിൽ കാസർകോട്ടെ കൗൺസിലർ, അതായത് കാസർകോട്ട് നഗരസഭയിലെ ജനങ്ങൾ എന്നെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആദ്യമായി എന്നെ ഈ പദവിയിലേക്ക് നയിച്ച ഇവിടുത്തെ കാസർകോട്ടെ ജനങ്ങളോട് എൻ്റെ ഹൃദയമായ നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. എനിക്കറിയാം, ഈ വൈസ് ചെയർമാൻ പദവി ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു അലങ്കാരമോ അല്ലെങ്കിൽ ഒരു അഹങ്കാരവുമല്ല, മറിച്ച് ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു മുൾക്കീരിടം പോലുള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ നഗരം പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൽ കയറിയതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർച്ചയായും പഠിക്കും, അതിന് തക്കതായ ആവശ്യമായ പരിഹാരങ്ങൾ കാണാൻ നിങ്ങളുടെ കൂടെ എന്നും മുന്നിലുണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പിന്നീട് പറയാനുള്ളത്, നമ്മുടെ സ്കൂൾ 45 കൊല്ലം മുമ്പ് ഞാൻ പഠിച്ച് ഇറങ്ങിയ സ്കൂളാണ്. ഭാഗ്യവശാൽ ഈ സ്കൂളിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് ചെയർമാൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി. അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗം നമ്മുടെ MLA 5 കോടി ഉറുപ്പികയുള്ള നല്ല ബിൽഡിങ് തന്നു. അതേപോലെ നമ്മുടെ AHAയുടെ നേതൃത്വത്തിലുള്ള OSA ഇതൊക്കെ ഫർണിച്ചറൊക്കെ തന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കറിയാം, മുമ്പ് മുസ്ലിം ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ ചേരാൻ മടിയായിരുന്നു. അപ്പോൾ ഇന്ന് കഥയൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് അറിയാം, ഈ +2 സ്കൂളിൽ ഇവിടെ സീറ്റ് കിട്ടാൻ വേണ്ടി ട്രാൻസ്ഫറിനും മറ്റും വേണ്ടി വളരെയധികം ആൾക്കാരാണ് MLA ട്രാൻസ്ഫറിന് വേണ്ടി ഇവിടെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്കൂൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്ക് +2 ബാച്ചൊക്കെ കൂട്ടി, ഇനിയും ബാച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്കൂളിൽ ഇപ്പോൾ ക്ലാസ് സൗകര്യം കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്ന് സാഹിബിനോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഒരു 2 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ഈ മുൻകെട്ടിയ ആ ബിൽഡിങ്ങിന് ഒരു ഫ്ലോർ കൂടി അനുവദിക്കാൻ നിങ്ങൾ സഹകരിക്കണം, ഗവൺമെൻറ് സമ്മർദ്ദത്തിലെത്തണം എന്നാണ്. ഏതായാലും ഞാൻ അധികം നിർപ്പിക്കുന്നില്ല. നമ്മുടെ മുസ്ലിം സ്കൂൾ ഗ്രൗണ്ടിന് എന്നെ നെല്ലിക്കുന്ന് സാഹിബിൻ്റെ ശ്രമഫലമായി ഫെഡ്ലൈറ്റ് സ്ഥാപിക്കാനുള്ള അംഗീകാരവും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ടെൻഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അത് ഇവിടെ സാധ്യമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും എന്നെ ഇവിടെ ആദരിക്കാൻ വേണ്ടി ഈ OSA ഫെസ്റ്റിൽ മുന്നോട്ട് വന്ന ഈ OSAയുടെ സംഘാടകരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.